പ്രതിപക്ഷ ഉപനേതാവ് പദവി ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടെടുക്കുമെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ്. മുന്നണി എന്ന നിലയ്ക്ക് ഒരുമിച്ച് പോകാമെങ്കിലും ഒറ്റക്കെട്ടാകേണ്ടെന്നാണ് അഭിപ്രായം. നിയമസഭയിലും സമര പരിപാടികളിലും വിയോജിപ്പ് പ്രകടമാക്കണമെന്നതാണ് വികാരം. ഇടതുമുന്നണി യോഗത്തിലും പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഐ ആവശ്യപ്പെടും. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി കടുത്ത ഭിന്നത ഉടലെടുത്ത ഇടതുമുന്നണിയിൽ മഞ്ഞുരുകലിന്റെ ഒരു സൂചനയുമില്ല. വിട്ടുവീഴ്ച ചെയ്തുള്ള ഒരു തീരുമാനത്തിലേക്കും പോകേണ്ടെന്ന് ഇന്നലെ ചേർന്ന സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് നിലപാടെടുത്തു. പദവി കിട്ടിയില്ലെങ്കിൽ വിയോജിപ്പ് ശക്തമായി തന്നെ പ്രകടിപ്പിക്കണം. സഭയിൽ ഒരുമിച്ച് ഇരിക്കുന്നതിൽ തടസ്സമില്ല. എന്നാൽ എല്ലാ വിഷയത്തിലും സിപിഐഎം എടുക്കുന്ന നിലപാടിനെ പിന്തുണയ്ക്കേണ്ടെന്നും എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു. സർക്കാരിനെതിരെ LDF സമരം പ്രഖ്യാപിച്ചാൽ പങ്കെടുക്കാം. എന്നാൽ വിഴിഞ്ഞത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരുമിച്ചുള്ള സമരത്തിനില്ലെന്നും ബിനോയ് വിശ്വം ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ LDF കൺവീനറെ അറിയിച്ചു. സിപിഐഎമ്മിന്റെ നിലപാടിൽ വ്യക്തത വരട്ടെ എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. മുന്നണി യോഗം വിളിക്കുന്നത് അംഗീകരിച്ചെങ്കിലും അവിടെയും പ്രതിപക്ഷ ഉപനേതൃ പദവി വേണം എന്ന ആവശ്യം ഉന്നയിക്കും. അപ്പോൾ തർക്കമുണ്ടായാൽ ഉത്തരവാദിത്തം പാർട്ടിക്കില്ലെന്നും CPI മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുമെന്നാണോ പൂർണ്ണ വിശ്വാസമുണ്ട്? മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ ചീഫ് വിപ്പ് പോലെയുള്ള പദവികളാണ് CPIഎമ്മിന്റെ ഓഫർ. അത് അംഗീകരിക്കാനും CPI തയ്യാറല്ല. മുന്നണിയിലെ പ്രധാന പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിൽ മറ്റു ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തിയിലാണ്. കുറ്റപ്പെടുത്തുന്നത് CPIയെ. ഇത്ര നിസ്സാരമായൊരു പ്രശ്നത്തിന്റെ പേരിൽ ഈ രണ്ട് കക്ഷികൾ തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. രണ്ടു കൂട്ടരും അതുകൊണ്ട് പരസ്പരം ആത്മപരിശോധന നടത്തി ഈ കാര്യങ്ങൾ തീരുമാനമുണ്ടാക്കണം. പ്രതിപക്ഷ ഉപനേതൃ പദവി വിട്ടുതരാനാകില്ലെന്ന് ഇന്നലത്തെ ചർച്ചയിലും CPIഎം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതോടെ എങ്ങനെ തീരും തർക്കമെന്ന് നേതാക്കൾക്കാർക്കും ഒരു ധാരണയുമില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.